127 വർഷങ്ങൾക്ക് ശേഷം ശ്രീബുദ്ധന്റെ ശേഷിപ്പുകൾ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുകയാണ്. കേൾക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നാമെങ്കിലും വളരെയേറെ വിവാദങ്ങൾക്കും നയതന്ത്രപരമായ ശ്രമങ്ങൾക്കും ശേഷമാണ് ഈ ശേഷിപ്പുകൾ ഇന്ത്യ തിരിച്ചെത്തിക്കുന്നത്. ആ സംഭവവികാസങ്ങൾ പരിശോധിക്കുകയാണ് ഇൻഡെപ്ത്. സ്വാഗതം. മുത്ത്, പവിഴം, മരതകം, മാണിക്യം എന്നിങ്ങനെ 1800ഓളം അമൂല്യ വസ്തുക്കളാണ് ശ്രീബുദ്ധന്റെ ശേഷിപ്പുകളായി കണക്കാക്കപ്പെടുന്നത്. പിപ്രാഹ്വ ജെംസ് എന്നാണ് ഇവയ്ക്ക് പേര്. ആഗോള പൊതുമേഖലാ സ്ഥാപനമായ സോത്ബൈയുടെ പക്കലായിരുന്നു ഇത്രയും കാലം ഈ രത്നങ്ങൾ ഉണ്ടായിരുന്നത്. ഇവരിത് പൊതുലേലം വഴി വിൽക്കാൻ നടത്തിയ ശ്രമം ഇന്ത്യ ഇടപെട്ട് തടയുകയായിരുന്നു. സിവിൽ എഞ്ചിനീയറും ബ്രിട്ടീഷ് എസ്റ്റേറ്റ് മാനേജറുമായിരുന്ന വില്യം ക്ലാക്സ്റ്റൺ പെപ്പെ 1898 കണ്ടെത്തിയതാണ് ഈ അമൂല്യ വസ്തുക്കൾ. ശ്രീബുദ്ധന്റെ ശേഷിപ്പുകൾ നേപ്പാളിലും ഉത്തരേന്ത്യയിലെ അതിർത്തിയോട് ചേർന്നും കണ്ടെത്തിയ കഥകൾ കേട്ടാണ് അദ്ദേഹം തന്റെ തൊഴിലാളികൾക്കൊപ്പം ആ സാഹസത്തിന് മുതിരുന്നത്. 1896 നേപ്പാളിലെ ലുംബിനിയിൽ അശോക സ്തൂപം കണ്ടെത്തിയതായിരുന്നു അദ്ദേഹത്തെ ഏറെ ആകർഷിച്ച കാര്യം. ശ്രീബുദ്ധന്റെ ജന്മസ്ഥലമെന്ന് കരുതപ്പെടുന്ന ഇപ്പോൾ യുപിയിലുള്ള പിപ്രാഹ്വ എന്ന സ്ഥലത്ത് നിന്നാണ് അദ്ദേഹം ഇത് കുഴിച്ചെടുത്തത്. ആഴ്ചകളോളം നടത്തിയ ഖനനത്തിനു പിന്നാലെ ഒരു വലിയ ബുദ്ധസ്തൂപം തന്നെ പെപ്പെ കണ്ടെത്തി. ഈ സ്തൂപത്തിന് താഴെ കല്ലറ കണക്കെ ഒരു വലിയ അറയ്ക്കുള്ളിലാണ് രത്നങ്ങളും മറ്റ് ശേഷിപ്പുകളും ഉണ്ടായിരുന്നത്. ശ്രീബുദ്ധന്റെ സന്യാസ സംഘമായിരുന്ന ശാക്യം കുലം BCE 3-ാം നൂറ്റാണ്ടിൽ സ്ഥാപിച്ചതാണ് ഈ സ്തൂപം എന്നാണ് വിശ്വാസം. ഈ അമൂല്യ വസ്തുക്കൾക്കൊപ്പം ശ്രീബുദ്ധന്റെ എന്ന് വിശ്വസിക്കുന്ന അസ്ഥിയുടെ ശേഷിപ്പുകളും ഇവിടെ നിന്ന് ലഭിച്ചിരുന്നു. ആധുനിക കാലത്തെ ഏറ്റവും വലിയ പുരാവസ്തു ഗവേഷണമായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ബുദ്ധ സമൂഹത്തിൽ ഇവയ്ക്ക് ആത്മീയ മൂല്യവുമുണ്ട്. ഈ കാരണം കൊണ്ട് തന്നെ പെപ്പെ കണ്ടെത്തിയ ശേഷിപ്പുകളൊക്കെ തായ്ലൻഡ്, ശ്രീലങ്ക, മ്യാൻമർ എന്നീ രാജ്യങ്ങൾക്കായി ഇന്ത്യ പങ്കുവച്ചിട്ടുമുണ്ട്. രത്നങ്ങളിൽ ഒരു വലിയ ഭാഗം അക്കാലത്ത് തന്നെ പെപ്പെ ഇന്ത്യ ഗവൺമെന്റിന് കൈമാറിയിരുന്നു. കൊൽക്കത്തയിലെ ഇംപീരിയൽ മ്യൂസിയത്തിലാണ് ഇന്ത്യ ഇവ സൂക്ഷിച്ചത്. അസ്ഥിയുടെ ശേഷിപ്പുകൾ ബുദ്ധരാജാവായിരുന്ന രാമ 5-ാമനാണ് നൽകിയത്. കുറച്ച് രത്നങ്ങൾ പെപ്പെ ബ്രിട്ടനിലേക്കും കൊണ്ടുപോയി. ഒരു നൂറ്റാണ്ടോളം പ്രൈവറ്റ് കളക്ഷന്റെ ഭാഗമായി ഈ ശേഷിപ്പുകൾ സൂക്ഷിക്കുകയായിരുന്നു ബ്രിട്ടൻ. പിന്നീട് സോത്ബൈയുമായി സഹകരിച്ച് കഴിഞ്ഞ 6 വർഷത്തോളമായി ഇവ എക്സിബിഷനുകളിൽ പെപ്പയുടെ കുടുംബം പ്രദർശിപ്പിക്കാൻ തുടങ്ങി. പ്രദർശന വിവരങ്ങളും വസ്തുക്കളുടെ ഡീറ്റെയിൽസും പങ്കുവയ്ക്കാനായി ഒരു വെബ്സൈറ്റും കുടുംബം ഡെവലപ്പ് ചെയ്തിരുന്നു. എന്നാൽ ഇത് ഈ വർഷം സോത്ബൈ പൊതുലേലത്തിന് വെക്കാൻ തീരുമാനിച്ചതോടെയാണ് വിവാദം ഉടലെടുക്കുന്നത്. ലോകമെമ്പാടുമുള്ള ബുദ്ധ സമൂഹത്തിന്റെ പാരമ്പര്യം കാത്തു സൂക്ഷിക്കുന്ന പൊതുസ്വത്തായാണ് ചരിത്രകാരന്മാർ പിപ്രാഹ്വ രത്നങ്ങളെ വിശേഷിപ്പിക്കുക. ഇങ്ങനെ പരിപാവനമായി കാത്തു സൂക്ഷിക്കപ്പെടുന്ന വസ്തുക്കളിൽ ഒരു ഭാഗം വിൽക്കപ്പെടുന്നത് തങ്ങളുടെ വികാരം വ്രണപ്പെടുത്തുന്നതാണെന്നാണ് ബുദ്ധസമൂഹം ചൂണ്ടിക്കാട്ടിയത്. ഇവ വിൽക്കാതെ ബുദ്ധന്മാർക്ക് തന്നെ തിരിച്ചു നൽകണമെന്നാണ് സന്യാസി സമൂഹത്തിന്റെ ആവശ്യം. കൂടാതെ ലോകം മുഴുവൻ ആദരിക്കപ്പെടുന്ന ഒരു പുണ്യപുരുഷന്റെ തിരുശേഷിപ്പുകൾ ലേലം ചെയ്യുന്നതിന്റെ ധാർമ്മികതയും ചോദ്യം ചെയ്യപ്പെട്ടു. തുടർന്ന് കേന്ദ്ര സർക്കാരും ബുദ്ധസമൂഹവും വിഷയത്തിൽ ഇടപെട്ട് ചർച്ചകൾ നടത്തി. ശേഷിപ്പുകൾ ലേലം നടത്താതെ ഇന്ത്യക്ക് നൽകണമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടെങ്കിലും ആദ്യം കുടുംബം വഴങ്ങിയില്ല. ഇന്ത്യൻ നിയമപ്രകാരം സവിശേഷ പുരാവസ്തു വിഭാഗത്തിൽപ്പെടുന്ന ഇവ ലേലം ചെയ്യാനോ വിൽക്കാനോ കയറ്റുമതി ചെയ്യാനോ പാടില്ല. ഇക്കാര്യം ഇന്ത്യൻ സാംസ്കാരിക മന്ത്രാലയം ബ്രിട്ടീഷ് അധികൃതരെയും ലേല സംഘാടകരെയും അറിയിച്ചതിനെ തുടർന്നാണ് വിട്ടുകിട്ടിയത്. പിന്നാലെ ഗോദ്രേജ് ഗ്രൂപ്പ് രംഗത്തെത്തി. യഥാർത്ഥ തുക വ്യക്തമല്ല എങ്കിലും $10 കോടി നൽകി ഗോദ്രേജ് ഗ്രൂപ്പ് ശേഷിപ്പുകൾ സ്വന്തമാക്കി. ഇതോടെയാണ് ശേഷിപ്പുകൾ ഇന്ത്യയിൽ സർക്കാർ സംരക്ഷണയിൽ സൂക്ഷിക്കുമെന്ന ഉറപ്പിൽ സോത്ബൈ ഇവ കൈമാറുന്നത്. കൊൽക്കത്തയിലെ മറ്റു ശേഷിപ്പുകൾക്കൊപ്പം നാഷണൽ മ്യൂസിയത്തിൽ ഇവ പ്രദർശിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ നിലവിലെ തീരുമാനം. രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തിന് അഭിമാനവും സന്തോഷവും നിറഞ്ഞ നിമിഷമാണിതെന്നാണ് ശേഷിപ്പുകൾ ഏറ്റുവാങ്ങിയ ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. ബുദ്ധനുമായുള്ള ഇന്ത്യയുടെ ബന്ധം കൂടുതൽ ഉയർത്തിക്കാട്ടുന്നതാണ് ഇവയുടെ തിരിച്ചുവരവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു.